ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ അനന്തപുരി സാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. മക്കളെ, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന ചാപ്റ്റർ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റുകളിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നമുക്ക് വേഗം പഠിക്കാം. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് മക്കളെ? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് പറയാം. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷനെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സുകളാണെന്ത്? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ ഇതുവരെ പഠിച്ച പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും, അടുത്ത സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും, അടുത്ത സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും, ഒന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഫ്ലോ ഓഫ് കൺട്രോളിന് വേണമെങ്കിൽ കൺട്രോൾ ചെയ്ത് വേണമെങ്കിൽ എങ്ങോട്ടെങ്കിലും മാറ്റിയെടുക്കാം. ഓക്കെ, കൺട്രോൾ വേണമെങ്കിൽ വേറെ പൊസിഷനിലോട്ട് മാറ്റാം. അപ്പോൾ അത്തരത്തിൽ ആ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ, പ്രോഗ്രാമിന്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷനെ കൺട്രോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സുകളാണ് എന്താ? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് മെയിൻ എത്ര ടൈപ്സ് ഉണ്ട്? 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ്. അതിൻ്റെ മറ്റൊരു പേരാണ് ഡിസിഷൻ മേക്കർ സ്റ്റേറ്റ്മെന്റ്സ്. വേറൊരു പേരിടുണ്ട് ബ്രാഞ്ചിങ്. ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്സ് കേട്ടോ. ഇപ്പൊ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ്, രണ്ടാമത്തെ ഡിസിഷൻ മേക്കർ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു പേര് ഡിസിഷൻ മേക്കർ സ്റ്റേറ്റ്മെന്റ്സ്. രണ്ടാമത്തെ ടൈപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്? ലൂപ്പിംഗ് അല്ലെങ്കിൽ ഐറ്ററേഷൻ സ്റ്റേറ്റ്മെന്റ്സ്. മക്കളെ, ഈ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ളത് സിൻടാക്സുകളാണ്. എന്താണ് സിൻടാക്സ് എന്ന് പറയല്? സിൻടാക്സ് എന്ന് പറഞ്ഞാൽ പൊതുരൂപം അഥവാ പൊതുഘടന. ഓക്കെ, പൊതുഘടന അല്ലേ? പൊതുരൂപം അല്ലെങ്കിൽ പൊതുഘടന എന്നൊക്കെ വിളിക്കും. അപ്പോൾ അത്തരത്തിൽ ആ പൊതുരൂപങ്ങളുടെ ഒരു ലിസ്റ്റാണ് നമ്മൾ ഇവിടെ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കാം. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന രീതി എങ്ങനെയാണ്? ഒരു സിൻടാക്സ്, അതിൻ്റെ ഒരു എക്സാമ്പിൾ പഠിക്കുക, അതിൻ്റെ വർക്കിംഗ് പഠിക്കുക, ദെൻ അതിൻ്റെ അടുത്തതിൻ്റെ സിൻടാക്സ്, എക്സാമ്പിൾ, വർക്കിംഗ് പഠിക്കുക. കൂടുതലും ഇതിൽ നിന്ന് പ്രോഗ്രാം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാൽ തന്നെ ചോദിക്കാറുണ്ട്. പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ലൈവിൽ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ നോക്കാം. ഫസ്റ്റ് നോക്കാം, സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എത്ര ടൈപ്സ് ഉണ്ട്? 5 ടൈപ്സ്. 10 അല്ല, 5 ടൈപ്സ്. ഏതൊക്കെയാണ്? സിമ്പിൾ ഇഫ്, ഇഫ് എൽസ്, നെസ്റ്റഡ് ഇഫ് എൽസ്, ഫിലാഡർ, 5 സ്വിച്ച്. ഓക്കെ, അപ്പൊ 5 ടൈപ്സ് ഉണ്ട്. സിമ്പിൾ ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ഉണ്ട്, നെസ്റ്റഡ് ഇഫ് എൽസ് ഉണ്ട്, ഇഫ് എൽസ്, ഫിലാഡർ, 5 സ്വിച്ച്. അതായത് ആദ്യമായിട്ട് സിമ്പിൾ ഇഫ് നോക്കാം. എന്താണ് സിമ്പിൾ ഇഫ് എന്ന് പറഞ്ഞാൽ? മക്കളെ, സിമ്പിൾ ഇഫിന്റെ സിൻടാക്സ് നോക്കാം. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ. ഇതാണ് ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്. അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ വാല്യുവേറ്റ് ചെയ്യും, ചെക്ക് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതർവൈസ് കൺട്രോള് പുറത്തോട്ട് പോകും. അതർവൈസ് കൺട്രോൾ അടുത്ത സ്റ്റേറ്റ്മെന്റിട്ട് പോകും. ഫോർ എക്സാമ്പിൾ സാറ് പറയുകയാണ്, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, എയുടെ വാല്യൂ ബിയേക്കാളും വലുതാണെങ്കിൽ സി ഔട്ട് എ വർക്ക് ചെയ്യും, അഥവാ എയുടെ വാല്യൂ ഡിസ്പ്ലേ ആയിട്ട് വരും. ക്ലിയർ? അപ്പോൾ ഇതാണ് സിമ്പിൾ ഇഫ്, അതിന്റെ സിൻടാക്സും അതിന്റെ എക്സാമ്പിൾ കേട്ടോ. ക്ലിയർ? യെസ്. അപ്പോൾ സിൻടാക്സ്, എക്സാമ്പിൾ, ആ രീതി പഠിച്ചു പോവുക. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വലിയ പാടൊന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് അയച്ചെടുക്കാൻ പറ്റും. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ഇഫ് എൽസ്. എന്താണ് ഇഫ് എൽസ് എന്ന് പറയും? നമുക്ക് നോക്കാം. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1, എൽസ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2. യെസ്, ടെസ്റ്റ് എക്സ്പ്രഷൻ അഥവാ കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ, കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും. മക്കളെ, ഇതൊരു ഫ്ലോ ചാർട്ട് രീതി സാറ് പറയുകയാണെങ്കിൽ നോക്കാം. നമ്മൾ ഫ്ലോ ചാർട്ട് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഫ്ലോ ചാർട്ട് ഇതൊരു ഐറ്റം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊരു കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ, കണ്ടീഷൻ്റെ മറ്റൊരു പേര് എന്താണ്? ടെസ്റ്റ് എക്സ്പ്രഷൻ. അപ്പോൾ കണ്ടീഷൻ കൊടുക്കും, കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ, ട്രൂ ആണ് എങ്കിൽ എന്താടാ? സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ എന്താണ് മക്കളെ? ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് അല്ലെങ്കിൽ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 കേട്ടോ. അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ തൊട്ട് കിടക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1. ഓക്കെ, അതിൻ്റെ പേര് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഇഫ് എൽസ് എന്ന് പറഞ്ഞാൽ. ഇഫ് എൽസിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1, കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ അഥവാ എൽസ് മീൻസ് എന്നാണ്. എൽസ് മീൻസ് മക്കളെ, എൽസ് മീൻസ് ഓർ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഒരു എക്സാമ്പിൾ സാർ പറയുകയാണ്, ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, ഏജിന്റെ വാല്യൂ 18നേക്കാളും കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആണ് എങ്കിൽ നമ്മുടെ ഏജിന് വാല്യൂ ഇൻപുട്ട് കൊടുക്കും. ഓക്കെ, ആ ഏജിന്റെ വാല്യൂ 18നേക്കാളും കൂടുതലോ ഈക്വലോ ആണെങ്കിൽ, അഥവാ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ഡിസ്പ്ലേ ആയിട്ട് വരും? എലിജിബിൾ ഫോർ വോട്ട് എന്ന് ഡിസ്പ്ലേ ആയിട്ട് വരും. കണ്ടീഷൻ ട്രൂ അല്ല,
ഓക്കെ, ഏജിന്റെ വാല്യൂ 18 കൂടുതലോ അല്ല, കണ്ടീഷൻ ട്രൂ അല്ല, ഫോൾസ് ആണെങ്കിൽ എന്തായിരിക്കും, നോട്ട് എലിജിബിൾ ഡിസ്പ്ലേ ആയിട്ട് വരും. അപ്പോൾ ഇതെന്റെ വർക്കിംഗ്. അപ്പോൾ പരീക്ഷയ്ക്കാണെങ്കിൽ തന്നെയാണെങ്കിൽ ഇപ്പോൾ ചോദിക്കുകയാണ് വാട്ട് യു മീൻ ബൈ ഇഫ് എൽസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഇഫ് എൽസ്, എന്താണ് ഇഫ് എൽസ് സിൻടാക്സ് എന്നൊക്കെ പലതരത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ത് എഴുതി വെക്കണം, ആദ്യം അതിന്റെ സിൻടാക്സ് എഴുതി വെക്കുക, എന്നിട്ട് എക്സാമ്പിൾ എഴുതി വെക്കുക. എക്സാമ്പിൾ ബൈഹാർട്ട് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുള്ള എക്സാമ്പിൾ റൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫുള്ള് ഹാഷിംഗ് IO സ്ട്രീം യൂസ് നെയിം സ്പെസിഫിസിറ്റി ഒട്ടും നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു കോഡ് സെഗ്മെന്റ് മാത്രം മതി. എന്താണ് കോഡ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണോ സിൻടാക്സിന് ആനുപാതികമായിട്ടുള്ള അതേ രീതി ആ ഒരു സെഗ്മെന്റ് മാത്രം എഴുതി വെക്കുക. മനസ്സിലായോ? അപ്പോൾ ആ സെഗ്മെന്റ് മാത്രം എഴുതി വെക്കുക. എക്സാമ്പിളായിട്ട് അവിടെ മാർക്ക് കിട്ടിക്കും കേട്ടോ. യെസ്, സാറിന് ഒരു 3 മാർക്കിനൊക്കെയാണ് ചോദിക്കാറുള്ളത്. 3 മാർക്കിന് ഇത്രയും മതിയടേ. ഓക്കെ, അല്ലാതെ 3 മാർക്കിന് ലെസ് എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇല്ല. യെസ്, നെക്സ്റ്റ് എടുത്ത് നോക്കാം. നെസ്റ്റഡ് ഇഫ് എൽസ്. നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഇഫ് ബ്ലോക്കിൽ മറ്റൊരു ഇഫ് ബ്ലോക്ക് വരുന്നു. ഓക്കെ, നെസ്റ്റഡ് എന്ന് പറയുന്ന മീനിങ് തന്നെ കേട്ടോ. ഒരു ഇഫ് ബ്ലോക്കിൽ മറ്റൊരു ഇഫ് വരുന്നു. ഇവിടെ വെക്കാം, ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 അഥവാ കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ കണ്ടീഷൻ 2 വരും. ഇതിന്റെ വർക്കിംഗ് ശ്രദ്ധിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻറ്റ് വർക്കിംഗ് ആണ്. എപ്പോഴും പരീക്ഷ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നെസ്റ്റഡ് ഇഫ് എൽസ്. കൂട്ടത്തിലെ കൊമ്പൻ ക്വസ്റ്റ്യൻ തന്നെയാണ് നെസ്റ്റഡ് ഇഫ് എൽസ്. അതുകൊണ്ട് പഠിച്ചു വെച്ചേക്കുക. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഓക്കെ അഥവാ കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ കണ്ടീഷൻ 2 വരും. കണ്ടീഷൻ 2 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ 2 ട്രൂ അല്ലെങ്കിൽ അഥവാ ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ട്രൂ അല്ല, ഫോൾസ് ആണെങ്കിൽ എന്തായിരിക്കും മക്കളെ, ബോഡി ഓഫ് എൽസ് എക്സിക്യൂട്ട് ചെയ്യും. ബോഡി ഓഫ് എൽസ് എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇതാണ് നെസ്റ്റഡ് ഇഫ് എൽസിന്റെ വർക്കിംഗ്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, സ്കോറിന്റെ വാല്യൂ 10 കൂടുതലാണെങ്കിൽ യു ഹാവ് പാസ്ഡ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേ ആയിട്ട് വരും. അപ്പോൾ കണ്ടീഷൻ 1 ട്രൂ ആയി, ദെൻ കണ്ടീഷൻ 2 വരും. യെസ്, ഓക്കെ, കണ്ടീഷൻ 2 ട്രൂ ആണെങ്കിൽ എന്തായിരിക്കും, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്ത്, അവിടെ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 ഇല്ല അവിടെ കേട്ടോ. ദെൻ കണ്ടീഷൻ 1 ഫോൾസ് ആണെങ്കിൽ എന്ത് വർക്ക് ചെയ്യും, നമ്മുടെ CO2 യു ഹാവ് ഫെയിൽഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഡിസ്പ്ലേ ആയിട്ട് വരും. യെസ്, അപ്പോൾ ഇതാണ് നെസ്റ്റഡ് ഇഫ് എൽസിന്റെ വർക്കിംഗ്. അപ്പോൾ അവിടെ സിൻടാക്സും എക്സാമ്പിളോടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. യെസ്, നെക്സ്റ്റ് എടുത്ത് നോക്കാം. ഇഫ് എൽസ് ഇഫ് ലാഡർ അല്ലെങ്കിൽ എൽസ് ഇഫ് ലാഡർ. ഇവിടെ വെക്കാം, ഇഫ് എൽസ് ഇഫ് ലാഡർ അല്ലെങ്കിൽ എൽസ് ഇഫ് ലാഡർ എന്ന് പറഞ്ഞാൽ എന്താടാ, ഇവിടെ വെക്കാം, നമുക്ക് ഒന്നിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്ങിന് ഉപയോഗിക്കുന്ന കേട്ടോ. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് എൽസ് ഇഫ് ലാഡർ അല്ലെങ്കിൽ എൽസ് ഇഫ് ലാഡർ, 2 പേര് വിളിക്കാറുണ്ട്. അപ്പം ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഓക്കെ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1, ടെസ്റ്റ് എക്സ്പ്രഷൻ 2 സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2. ഓക്കെ, അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ചെക്ക് ചെയ്യും അഥവാ കണ്ടീഷൻ 1 ചെക്ക് ചെയ്യും. കണ്ടീഷൻ 1 ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്താണ്, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഇവാലുവേറ്റ് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഇവാലുവേറ്റ് ചെയ്തിട്ട് അഥവാ കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ 1 ഫോൾസ് ആണെങ്കിൽ എന്തുമായിരിക്കും മക്കളെ, നെക്സ്റ്റ് കണ്ടീഷനിലോട്ട് പോകും. നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്, നെക്സ്റ്റ് കണ്ടീഷനിലോട്ട് വരും. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ 2 ട്രൂ ആണെങ്കിൽ എന്തായിരിക്കും ഇവിടെ, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, കണ്ടീഷൻ 2 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ 2 ഫോൾസ് ആണെങ്കിലോ നെക്സ്റ്റ് കണ്ടീഷനിലോട്ട് വരും. കണ്ടീഷൻ 3 ട്രൂ ആണെങ്കിൽ അതിന് തൊട്ട് താഴെ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും. അടുത്ത തൊട്ട് താഴെ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ മക്കളെ, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 3 അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അടുത്ത് ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നെക്സ്റ്റ് കണ്ടീഷൻ നമുക്ക് റൈറ്റ് ചെയ്യാം. നമുക്ക് ഒരുപാട് കണ്ടീഷൻസ് റൈറ്റ് ചെയ്യാം, അവിടെ ഇൻഫിനിറ്റ് ആയിട്ട് കണ്ടീഷൻ റൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എൽസ് ബ്ലോക്ക് എന്തിനാണ് മക്കളെ, അതായത് നമ്മൾ എൽസ് ബ്ലോക്കിന് മുകളിൽ നമ്മൾ ഒരുപാട് കണ്ടീഷൻസ് റൈറ്റ് ചെയ്യും. എൽസ് ബ്ലോക്കിന് മുകളിൽ നമ്മൾ ഒരുപാട് കണ്ടീഷൻസ് റൈറ്റ് ചെയ്യും, ഒരുപാട് കണ്ടീഷൻസ് റൈറ്റ് ചെയ്യും. അപ്പോൾ എൽസ് ബ്ലോക്കിന് മുകളിലുള്ള എല്ലാ കണ്ടീഷൻസും ഫോൾസ് ആണെങ്കിൽ, ഇതാണ് മക്കളെ സാറ് പറഞ്ഞത്, എൽസ് ബ്ലോക്കിന് മുകളിലുള്ള എല്ലാ കണ്ടീഷൻസും ഫോൾസ് ആണെങ്കിൽ എൽസ് ബ്ലോക്കിന് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ? എൽസ് ബ്ലോക്കിന് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് മക്കളെ എന്ത്, എൽസ് ഇഫ് ലാഡർ അല്ലെങ്കിൽ ഇഫ് എൽസ് ഇഫ് ലാഡറിന്റെ വർക്കിംഗ്. ക്ലിയർ? അപ്പോൾ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് റൈറ്റ് ചെയ്യാം, ദെൻ കണ്ടീഷൻസ് എല്ലാം ഫോൾസ് ആണെങ്കിൽ എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. യെസ്, ഒരു എക്സാമ്പിൾ സാർ പറയുകയാണ്. ഇപ്പോൾ നമ്മളൊരു സ്കോർ ഇൻപുട്ട് കൊടുക്കുകയാണ്. സ്കോറിന്റെ വാല്യൂ 80 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെങ്കിൽ, ഇതാണ് 80 അതിൽ കൂടുതലോ ആണെങ്കിൽ എ ഗ്രേഡ് ഡിസ്പ്ലേ ആയിട്ട് വരും. സ്കോറിന്റെ വാല്യൂ 80 അതിൽ കൂടുതലല്ല ഓക്കെ എങ്കിൽ അടുത്ത കണ്ടീഷനിലോട്ട് വരും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബി ഗ്രേഡ് പ്രിന്റ് ആയിട്ട് വരും. ദെൻ അതും ട്രൂ അതും ഫോൾസ് ആണെങ്കിൽ നെക്സ്റ്റ് കണ്ടീഷനിലോട്ട് വരും. അതും ഫോൾസ് ആണെങ്കിൽ എന്തായിരിക്കും, നെക്സ്റ്റ് കണ്ടീഷനിലോട്ട് വരും. അപ്പോൾ എയുടെ എന്താണ് ഗ്രേഡിന്റെ സ്കോറിന്റെ വാല്യൂ 80-നേക്കാളും 60-നേക്കാളും 40-നേക്കാളും 30-നേക്കാളും ഒന്നും കൂടുതലല്ല. ഇതാണ് ഒന്നും കൂടുതലല്ല എങ്കിൽ എന്ത് ഡിസ്പ്ലേ ആയിട്ട് വരൂടാ, അഥവാ എൽസ് ബ്ലോക്കിന് മുകളിലുള്ള എല്ലാ കണ്ടീഷൻസും ഫോൾസ് ആയെങ്കിൽ
എന്ത് ഡിസ്പ്ലേ ആയിട്ട് വരും? ആ എൽസ് ബ്ലോക്കിന് താഴെയുള്ള ഇ ഗ്രേഡ് ഡിസ്പ്ലേ ആയിട്ട് വരും. ക്ലിയർ ആണ് മക്കളെ? യെസ്. അപ്പോൾ അതാണ് ഇഫ് എൽസ് ഇഫ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നോക്കാം, സ്വിച്ചിൻ്റെ നമ്മുടെ ഈ പറഞ്ഞ എൽസ് ഇഫ് ലാറ്ററോടെ ഏകദേശം ഒരു സാമ്യതയുള്ള റൈറ്റ് തന്നെയാണ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്വിച്ച് എക്സ്പ്രഷൻ, ഓക്കെ, കേസ് കോൺസ്റ്റന്റ് 1 സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 ബ്രേക്ക്, കേസ് കോൺസ്റ്റന്റ് 2 സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 ബ്രേക്ക്, ദെൻ അടുത്ത കേസ് കോൺസ്റ്റന്റ് 3 സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് ബ്രേക്ക്, എക്സെട്ര കേസ് കോൺസ്റ്റന്റ് n-1 സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് n-1 ബ്രേക്ക്, ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എന്നാണ് സാറ് വായിച്ചു വിട്ടല്ല വർക്കിംഗ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സ്പ്രഷൻ വേരിയബിൾ റൈറ്റ് ചെയ്യും. ആ വേരിയബിളിൻ്റെ വാല്യൂവും നമ്മുടെ കോൺസ്റ്റന്റ് വാല്യൂ കമ്പയർ ചെയ്തിട്ട് അത് മാച്ച് ആകുവാണെങ്കിൽ നേരെയുള്ള സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. എന്താ സാറ് പറഞ്ഞത്? നമ്മളൊരു എക്സ്പ്രഷൻ വേരിയബിൾ കൊടുക്കും. സാർ എക്സാമ്പിൾ പറയാൻ കൂടുതൽ എത്തിക്കോളും. അപ്പോൾ ഒരു എക്സ്പ്രഷൻ വേരിയബിൾ കൊടുക്കും. ആ എക്സ്പ്രഷൻ വേരിയബിളും കോൺസ്റ്റന്റ് വാല്യൂ എന്താണോ, കോൺസ്റ്റന്റ് വാല്യൂ ചിലപ്പോൾ നമ്പർ ആകാം, ക്യാരക്ടർ ആകാം, എന്തുമാകാം. അപ്പോൾ കോൺസ്റ്റന്റ് വാല്യൂ എന്താണോ ആ കോൺസ്റ്റന്റ് വാല്യൂ വേരിയബിളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതാത് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് കമ്പയർ ചെയ്തിട്ട് അത് ട്രൂ ആണ് അല്ലെങ്കിൽ മാച്ച് ആകുവാണെങ്കിൽ അതായത് നേരെ അടക്കം സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് നെക്സ്റ്റ് കേസിലോട്ട് പോകും. അപ്പോൾ ഈ ഡിഫോൾട്ടിന് മണ്ടയ്ക്കുള്ള എല്ലാ കേസ് കോൺസ്റ്റൻസുകളും, അതായത് ഈ എക്സ്പ്രഷൻ വേരിയബിളും ഈ കോൺസ്റ്റന്റ് വാല്യൂട്ട് മാച്ച് ആയില്ലെങ്കിൽ, ഇതാണ് എക്സ്പ്രഷൻ വേരിയബിളും കോൺസ്റ്റന്റ് വാല്യൂട്ട് മാച്ച് ആയില്ലെങ്കിൽ എന്തുവായിരിക്കും? ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ? യെസ്. ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഡേയുടെ വാല്യൂ 1 ആണെങ്കിൽ, ഇതാണ് സാർ പറഞ്ഞത്, ഡേയുടെ വാല്യൂ ഇപ്പോൾ 1 ആണെങ്കിൽ സൺഡേ പ്രിന്റ് ചെയ്യും. ഡേയുടെ വാല്യൂ 1 ആണെങ്കിൽ സൺഡേ പ്രിന്റ് ചെയ്യും. ഡേയുടെ വാല്യൂ 1 അല്ല 2 ആണെങ്കിൽ എന്തായിരിക്കും? മൺഡേ പ്രിന്റ് ചെയ്യും. ഡേയുടെ വാല്യൂ 2 അല്ല 3 ആണെങ്കിൽ ട്യൂസ്ഡേ പ്രിന്റ് ചെയ്യും. ഈ ബ്രേക്ക് എന്താണ്? ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്ലോക്കിൽ നിന്ന് എക്സിറ്റ് ആയിപ്പോകും. അഥവാ സ്വിച്ചിൻ്റെ ബ്ലോക്ക് എവിടെ തൊട്ട് എവിടം വരെയാണ്? ഇതാണ് ബ്ലോക്ക്. അപ്പോൾ ആ ബ്ലോക്കിൽ നിന്ന് എക്സിറ്റ് ആയിപ്പോകും എന്ന് പറഞ്ഞാൽ സ്വിച്ചിൻ്റെ വർക്കിംഗ് അവിടെ നിൽക്കും. ഓക്കെ, അതായത് ഇപ്പം ഡേയുടെ വാല്യൂ ഇപ്പോൾ 1 ആണെങ്കിൽ സൺഡേ പ്രിന്റ് ചെയ്തിട്ട് ബ്രേക്ക് വർക്ക് ചെയ്തിട്ട് ഇനി സ്വിച്ച് വർക്ക് ചെയ്യത്തില്ല. സ്വിച്ചിലുള്ള ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യാതെ എന്ത് ചെയ്യും? നമ്മുടെ ഈ പുറത്ത് ബ്ലോക്കിലോട്ട് അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ഡേയുടെ വാല്യൂ 1 അല്ലെങ്കിൽ 2 പോകും, 2 അല്ലെങ്കിൽ 3 പോകും, 3 അല്ലെങ്കിൽ 4 പോകും, 4 അല്ലെങ്കിൽ 5 പോകും, 5 അല്ലെങ്കിൽ 5 അല്ല 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല എങ്കിൽ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല എങ്കിൽ എന്ത് വർക്ക് ചെയ്യും? ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. നിങ്ങൾ കൊടുത്ത ഇൻപുട്ട് തെറ്റാണ്. നമുക്ക് ആകെ ഇൻസ്ട്രക്ഷൻ എന്തേ ഉള്ളൂ? 1 തൊട്ട് 5 വരെ കൊടുക്കാനേ ഉള്ളൂ. നിങ്ങൾ 10 കൊടുത്തെങ്കിൽ അവിടെ എന്ത് പറയും? നിങ്ങൾ കൊടുത്ത ഇൻപുട്ട് തെറ്റാന്ന് പറയും. യെസ്. അഥവാ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഇതിന് പകരമുള്ള സ്റ്റേറ്റ്മെന്റ് മക്കളെ, നമ്മുടെ ഇഫ് എൽസിഫില് എൽസിന് പകരമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? സ്വിച്ചില് ഡിഫോൾട്ട്. എൽസിഫിൽ എന്താണ്? എൽസ് നമ്മുടെ കണ്ടീഷൻസ് എല്ലാം ഫോൾസ് ആണെങ്കിൽ എൽസ് ബ്ലോക്കിന് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. ഇപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ സ്വിച്ചിൽ എന്താണ്? കേസ് കോൺസ്റ്റന്റും വേരിയബിളുടെ മാച്ച് ചെയ്യുമ്പോൾ അത് മാച്ച് ആയില്ലെങ്കിൽ എന്തായിരിക്കും? ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. ഓക്കെ, കേടാ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? യെസ്. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞാൽ നമുക്കൊരു സ്പെസിഫിക് ടാസ്ക് നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, എന്താണ് മക്കളെ സ്പെസിഫിക് ടാസ്ക് എന്ന് പറഞ്ഞാൽ? അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നല്ലേ. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നു. ചിലപ്പം 5 മണിക്ക് എഴുന്നേക്കണം എന്ന് പറഞ്ഞാൽ മൈൻഡ് ഇരിക്കുമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ 10 മണിക്ക് എഴുന്നേക്കുന്നു, അല്ലെ പോട്ടെ ഒരു 6 മണിക്ക് എഴുന്നേക്കുന്നു, ഒരു 6 മണിക്ക് എഴുന്നേക്കുന്നു. ചിലപ്പോൾ ട്യൂഷൻ ഉണ്ടെങ്കിൽ ട്യൂഷന് പോകുമായിരിക്കും, സൈലത്തിൻ്റെ ട്യൂഷൻ സെൻറ്ററിൽ പോകുമായിരിക്കും. ചിലപ്പോൾ സൈലത്തിൻ്റെ ക്ലാസ് ഉണ്ടെങ്കിൽ സൈലത്തിൻ്റെ ക്ലാസ് കാണുമായിരിക്കും. അപ്പോൾ എന്തുമായിക്കോട്ടെ ആ റൊട്ടീനിൽ നിങ്ങൾ എന്ത് ചെയ്തു? ആദ്യം നിങ്ങൾ കുടിച്ച് ഫ്രഷായി പല്ലൊക്കെ തേച്ചു. ദെൻ പിന്നെയാണെങ്കിൽ ഫ്രഷായിട്ട് എന്ത് ചെയ്തു മക്കളെ? പിന്നെ നിങ്ങളുടെ ആക്ടിവിറ്റീസിലോട്ട് കടന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ സ്കൂളിൽ പോയി ബസ് കയറി സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്തു? 8 മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ 8 മണിക്കൂർ കിടന്ന് ഉറങ്ങുന്നു, അല്ലെങ്കിൽ 4 മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് 4 മണിക്കൂർ സാറിന് ക്ലാസ് നോക്കുന്നു. ചില പിള്ളേർ കിടന്ന് ഉറങ്ങത്തില്ലായിരിക്കും. എന്തുമായിക്കോട്ടെ റൊട്ടീനിൽ പോവുകയാണ്, ഇടയ്ക്ക് പുറത്ത് പോയി കളിക്കുന്നു. ദെൻ പിന്നെ ആണെങ്കിൽ എവിടെയെങ്കിലും പോയി തിരിച്ചു പോകുമ്പോൾ വീട്ടിൽ എൻജോയ് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സോട്ടൊക്കെ എൻജോയ് ചെയ്തിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു. അമ്മയാണെങ്കിൽ ഒരു ചായയും സ്നാക്സുമായിട്ടൊക്കെ ആണെങ്കിൽ അമ്മ കൊണ്ടുതരുന്നു. അത് കയറ്റി എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുന്നു. ദെൻ പിന്നെന്താണ്? ചിലപ്പോൾ പഠിക്കുമായിരിക്കും, ചിലപ്പോൾ പഠിക്കത്തില്ലായിരിക്കും. ഒരു ടീം പോലെ പോവുകയാണ്.
അതായത് നിങ്ങളുടെ സെയിം ജോലി ഇങ്ങനെ ദിവസം ആഴ്ചയിൽ ഇപ്പം 5 ദിവസമാണ് ക്ലാസ് എങ്കിൽ 5 ദിവസം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഒരു ടാസ്ക് തന്നെ, ഒരു ജോലി തന്നെ, ഏറ്റവും വലിയൊരു ജോലി റിപ്പീറ്റ് ചെയ്യുന്ന ജോലി. ഇപ്പോൾ സ്കൂളിൽ പോയില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ജോലി എന്ത്? തിന്നുക എന്ന് പറഞ്ഞ ജോലി എന്താ മക്കളെ? റിപ്പീറ്റ് ചെയ്യുകയാണ്. രാവിലെ ഇന്നുന്നു, ഉച്ചയ്ക്ക് ഇന്നു, രാത്രി ഇന്നുന്നു, അല്ലെ പിന്നെ രാത്രി എന്താ മക്കളെ വല്ല മന്തി അടിച്ച് തരാൻ പോകുന്നു അല്ലേ? അപ്പോൾ അത്തരത്തിൽ മക്കളെ നമുക്ക് എന്താടാ, നമ്മൾ ഒരു സെയിം ടാസ്ക് റിപ്പീറ്റ് ചെയ്യുന്നു, ഒരു ടാസ്ക് തന്നെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യുന്നു. നമുക്ക് അതിനെന്ത് വിളിക്കാം? നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് വിളിക്കാം. ക്ലിയർ? അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എത്ര ടൈപ്സ് ഉണ്ട്? 3 ടൈപ്സ്. വൈൽ, ഫോർ, ഡു വൈൽ എന്നാണ്. വൈൽ ലൂപ്പ് ഉണ്ട്, ഫോർ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ലൂപ്പ് ഉണ്ട് അല്ലേ? ഇവിടെ നോക്കാം എന്താണ് വൈൽ ലൂപ്പ്. അപ്പോൾ ഇതിനകത്ത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആദ്യം പറഞ്ഞുതരാം. ഓക്കെ, അതിന് മുന്നായിട്ട് പറയേണ്ട ഒരു ഐറ്റമാണ് എലമെന്റ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് അല്ലെങ്കിൽ പാർട്സ് ഓഫ് ലൂപ്പ് കേട്ടോ. നമുക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ പാർട്സ് അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് ലൂപ്പ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഇനീഷ്യലൈസേഷൻ, സെക്കൻഡ് വൺ ഈസ് ടെസ്റ്റ് എക്സ്പ്രഷൻ, ദെൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, ദെൻ ബോഡി ഓഫ് ദി ലൂപ്പ്. ഇനീഷ്യലൈസേഷൻ എന്താണ്? നമ്മുടെ ലൂപ്പ് എവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം, അതാണ് ഇനിഷ്യലൈസേഷൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ജനിച്ചിടം മുതൽ തുടങ്ങിയ ഐറ്റമാണ് തിന്നാൻ തുടങ്ങി അല്ലേ? ഓക്കെ, തിന്നാൻ തുടങ്ങിയ ഐറ്റം നിങ്ങൾ ജനിച്ചിടം മുതൽ തുടങ്ങിയാണ്, അവസാനിക്കുന്ന ചിലപ്പോൾ മരിക്കുമ്പോഴായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തുമായിക്കോട്ടെ, ഇനിഷ്യലൈസേഷൻ എന്താ മക്കളെ? നമ്മുടെ ജനിച്ചതാണ് നമ്മുടെ ഇനിഷ്യലൈസേഷൻ. ദെൻ ടെസ്റ്റ് എക്സ്പ്രഷൻ, നിങ്ങൾ എവിടം വരെ പോയി കഴിക്കും. ഓക്കെ, കഴിക്കുന്നവർ അൺലിമിറ്റഡ് ആണല്ലേ? അൺലിമിറ്റഡ് മന്തിയും കാര്യങ്ങളും അടിച്ചു കയറ്റുമ്പോൾ എന്താണ്? അപ്പോൾ എന്തുമായിക്കോട്ടെ, നമ്മൾ അൺലിമിറ്റഡ് എന്നല്ല, നമ്മളെ ലൂപ്പ് അവസാനിക്കുന്ന എവിടെയാണോ, നമ്മുടെ ഈ ഒരു പ്രക്രിയ അവസാനിക്കുന്ന എവിടെയാണോ, അതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. ഒരു കണ്ടീഷൻ കൊടുക്കും, ഒരു കണ്ടീഷൻ വേണമല്ലേ? ഒരു കണ്ടീഷൻ വേണം, വല്ല അസുഖം വരുന്നിടം വരെ അടിച്ചിട്ടുന്നല്ലോ. അപ്പം ഒരു കണ്ടീഷൻ വേണം, ആ കണ്ടീഷനാണ് നമുക്ക് എന്ത്? ടെസ്റ്റ് എക്സ്പ്രഷൻ. നെക്സ്റ്റ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു അപ്ഡേഷൻ വേണ്ടേ? അപ്ഡേഷൻ എന്താ മക്കളെ? നിങ്ങളിപ്പോൾ കുഞ്ഞുകാലത്ത് കഴിക്കുന്ന ഐറ്റംസ് അല്ലല്ലോ വലിയ കാലത്ത് കഴിക്കുന്ന. കുട്ടിക്കാലത്ത് നിങ്ങൾ മറ്റേ കുറുക്കും മറ്റുള്ള ഓട്സും കുടിക്കുമെങ്കിൽ വലിയ ആകുമ്പോൾ നിങ്ങൾ മന്തി കഴിക്കും, ബിരിയാണി കഴിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ലൂപ്പിൽ ഒരു വേരിയബിൾ കാണും, ആ വേരിയബിളിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. ആ അപ്ഡേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്താ? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ബോഡി ഓഫ് ദി ലൂപ്പ് എന്താണ്? നമുക്ക് എന്താണോ ടാസ്ക് റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞ ടാസ്ക്കാണ് നമ്മളിപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ഒരു ടാസ്ക്കും ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞ റിപ്പീറ്റ് ഉണ്ടല്ലേ? അപ്പോൾ ഫുഡ് കഴിക്കുക എന്നൊരു ഐറ്റം നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞ ഐറ്റമാണ് നമുക്ക് അവിടുത്തെ ബോഡി ഓഫ് ദി ലൂപ്പ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിങ്ങിലാണെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ടാസ്ക് എന്താണോ അതാണ് നമുക്ക് എന്ത്? ബോഡി ഓഫ് ദി ലൂപ്പ്. പരീക്ഷയ്ക്ക് എഴുതി വെക്കല്ലേ കേട്ടോ. പരീക്ഷയ്ക്ക് പോയിട്ട് സാറ് ബോഡി ഓഫ് ദി ലൂപ്പിൽ എക്സാമ്പിൾ പറയും, സാറ് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞ എക്സാമ്പിൾ എഴുതി വെക്കല്ലേ കേട്ടോ. യെസ്, ഓക്കെ. അപ്പോൾ എന്തും ആയിക്കോട്ടെ, ഞാൻ അതിലോട്ട് പോകുന്നില്ല. നെക്സ്റ്റ് ആദ്യം നോക്കാം വൈൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്? വൈൽ ലൂപ്പിന്റെ വർക്കിംഗ് നോക്കാം. വൈൽ ഒരു എൻട്രി കൺട്രോൾ ലൂപ്പാണ്. എന്താണ് എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് സാറ് പറഞ്ഞുതരാം. ആദ്യം എക്സിറ്റ് പറയാം, എന്നിട്ട് എൻട്രി പറയാം കേട്ടോ. അതാകുമ്പോൾ വലിയ ബിൽഡപ്പ് ആയിരിക്കും. ഇവിടെ നോക്കാം, ഇനിഷ്യലൈസേഷൻ ആണ്. ഇനിഷ്യലൈസേഷൻ, ദെൻ വൈൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദി ലൂപ്പ്, അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇവിടെ വെക്കാം. അതായത് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ കൊടുക്കും. ഓക്കെ, എന്നിട്ട് കണ്ടീഷൻ കൊടുക്കും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് അപ്ഡേഷൻ വർക്ക് ചെയ്യും. നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട് വെക്കാം. ഓക്കെ, അതായത് ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞിട്ട് കണ്ടീഷൻ വർക്ക് ചെയ്യും. കണ്ടീഷൻ കഴിഞ്ഞിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് വർക്ക് ചെയ്യും. ദെൻ അപ്ഡേഷൻ വർക്ക് ചെയ്യും. എന്നിട്ട് അപ്ഡേഷൻ തിരിച്ച് വീണ്ടും എങ്ങോട്ട് വരും? കണ്ടീഷൻ ഇട്ട് വരും. നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു അല്ലേ? ഫ്ലോ ചാർട്ടിനകത്ത് ഓൾറെഡി പഠിച്ചതാണ്. നെക്സ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്നായിരിക്കും? സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് അഥവാ നമ്മുടെ ഈ പറഞ്ഞ ലൂപ്പിന് പുറത്തുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. യെസ്, ഇവിടെ നോക്കാം. എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ 1 ഒന്നാണെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. I <= 5. ഐയുടെ വാല്യൂ 1 5-നേക്കാളും ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആണോ? 1 5-നേക്കാളും ചെറുതുമല്ല, 1 5-നേക്കാളും ചെറുതാണ് അല്ലേ? ചെറുതാണെങ്കിൽ സി ഔട്ട് ഐയുടെ വാല്യൂ 1 പ്രിന്റ് ചെയ്തു. ദെൻ I = I+1. ഐയുടെ വാല്യൂ മക്കളെ ഇപ്പോൾ എത്രയാടാ? 1+1 എത്രയാടാ? 2. ദെൻ 2 ആണെങ്കിൽ വീണ്ടും എന്ത് വരും മക്കളെ? വീണ്ടും കണ്ടീഷൻ ഇട്ട് വരും. കണ്ടീഷൻ എന്താ മക്കളെ? I <= 5. വൈൽ I <= 5 എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ മക്കളെ എത്രയാടാ? ഐയുടെ വാല്യൂ ഇപ്പോൾ 2 ആണ്. 2 5-നേക്കാളും ചെറുതോ ഈക്വലോ ആണോ? 2 5-നേക്കാളും ചെറുതാണ്. കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ? ദെൻ പ്രിന്റ് ചെയ്തു. ദെൻ അങ്ങനെ എവിടം വരെ പ്രിന്റ് ചെയ്യും മക്കളെ? 1 2 3 4 5 വരെ പ്രിന്റ് ചെയ്യലോ. ഇപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ ഇൻക്രിമെന്റ് ഐയുടെ വാല്യൂ ഇപ്പോൾ 6 ആയെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. ഇൻക്രിമെന്റ് ആയി 6 ആയെങ്കിൽ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്തു. വൈൽ I <= 5. ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ് മക്കളെ? ഐയുടെ വാല്യൂ ഇപ്പോൾ 6 ആണ്. 6 5-നേക്കാളും ചെറുതാണോ? 6 5-നേക്കാളും ചെറുതുമാണോ ഈക്വലുമാണോ? ചെറുതുമല്ല, ഈക്വലും അല്ല. കണ്ടീഷൻ ഫോൾസ് ആണ് അല്ലേ? കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പിന് വെളിക്കോട്ട് വരും. അപ്പോൾ ആൻസർ എന്തുമായിരിക്കും മക്കളെ? ഔട്ട്പുട്ട് എന്തുമായിരിക്കും? 1 2 3 4 5 കേട്ടോ. അപ്പോൾ ഈ എന്തിനാണ് ഈ സാറി വർക്കിംഗ് പഠിപ്പിച്ചതിൻ്റെ കാര്യം?
ലൂപ്പിങ്ങിൽ ഒരുപാട് റീറൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ലൈവ് ചെയ്യും കേട്ടോ. അപ്പോൾ റീറൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് എന്താണ് ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഔട്ട്പുട്ടൊക്കെ ചെയ്ത് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ഫോർ ലൂപ്പിൽ വർക്കിംഗ് സെയിം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. വർക്കിംഗ് സെയിം തന്നെ, ഒരു സ്ട്രക്ചറുള്ള മാറ്റത്തോടുള്ള ഈ ഫോർ ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ബോഡി ഓഫ് ദി ലൂപ്പ്. ഇതിൻ്റെ വർക്കിംഗ് വരുന്ന പറഞ്ഞാൽ ആദ്യം ഇനിഷ്യലൈസേഷൻ, പിന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് വരുന്നത്? ബോഡി ഓഫ് ദി ലൂപ്പിലോട്ട് വരും. അഥവാ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ബോഡി ഓഫ് ദി ലൂപ്പിലോട്ട് വരത്തില്ല കേട്ടോ. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വൈലായിക്കോട്ടെ, ഫോർ ആയിക്കോട്ടെ, ഡു വൈലായിക്കോട്ടെ, ഈ 3 ലൂപ്പിലും നമ്മൾ ടെസ്റ്റ് എക്സ്പ്രഷൻ അഥവാ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പേ വർക്ക് ചെയ്യത്തുള്ളൂ, അല്ല ഒരിക്കലും അപ്ഡേറ്റിലോട്ട് പോകത്തില്ല. അതിപ്പോൾ വൈലാണെങ്കിൽ, ഫോർ ആണെങ്കിൽ, ഡു വൈലാണെങ്കിൽ കേട്ടോ. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് വർക്ക് ചെയ്യും, എന്നിട്ട് അപ്ഡേറ്റിലോട്ട് പോകും. ഓക്കെ, എന്നിട്ട് അപ്ഡേറ്റിൽ നിന്ന് തിരിച്ച് വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ വരും. ഓക്കെ, നമുക്ക് നോക്കാം. ഐയുടെ വാല്യൂ ഇപ്പോൾ 1 1 5-നേക്കാളും ചെറുതോ അല്ലെങ്കിൽ ഈക്വലാണോ മക്കളെ? 1 5-നേക്കാളും ചെറുതാണ്, കണ്ടീഷൻ ട്രൂ ആണല്ലേ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സി ഔട്ട് ഐയുടെ വാല്യൂ 1 പ്രിന്റ് ചെയ്തു. നെക്സ്റ്റ് വീണ്ടും I++ ഐയുടെ വാല്യൂ മക്കളെ ഇപ്പോൾ എത്രയുടെ? ഐയുടെ വാല്യൂ ഇപ്പോൾ കറൻറ്റ്ലി 1 1 + 1 2. 2 5-നേക്കാളും ചെറുതോ അല്ലെങ്കിൽ ഈക്വലാണോ? 2 5-നേക്കാളും ചെറുതാണ്, കണ്ടീഷൻ ട്രൂ ആണല്ലേ. യെസ്, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സി ഔട്ട് ഐയുടെ വാല്യൂ 2 പ്രിന്റ് ചെയ്തു. നെക്സ്റ്റ് എടുത്ത് നോക്കാം. I++ ഐയുടെ വാല്യൂ എത്രയാടാ? ഐയുടെ വാല്യൂ I+1, അതായത് ഐയുടെ വാല്യൂ ഇപ്പോൾ 2 + 1 എത്രയാടാ? 3. 3 5-നേക്കാളും ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആണ്. 3 5-നേക്കാളും ചെറുതാണ്, കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ. ദെൻ സി ഔട്ട് ഐയുടെ വാല്യൂ 3 പ്രിന്റ് ചെയ്തു. അങ്ങനെ 1 2 3 4 5 വരെ ഡിസ്പ്ലേ ആവും. 1 2 3 4 5 വരെ ഡിസ്പ്ലേ ആയിട്ട് വന്നല്ലേ. 1 2 3 4 5 5 നമ്പേഴ്സ് എന്താണ് അവിടെ ഡിസ്പ്ലേ ആയിട്ട് വന്നല്ലേ. യെസ്, എന്നിട്ട് ഐയുടെ വാല്യൂ ഇപ്പോൾ 6 ആണെങ്കിൽ എക്സിറ്റ് ആയിപ്പോൾ. സെയിം വർക്കിംഗ്, വൈലില്ല സെയിം വർക്കിംഗ് തന്നെ, മാറ്റമൊന്നുമില്ല. നെക്സ്റ്റ് എടുത്ത് നോക്കാം. എന്താണ് ഡു വൈൽ നോക്കാം. ഡു വൈൽ ഇസ് എക്സിറ്റ് കണ്ട ലൂപ്പ് മക്കളെ. എപ്പോൾ എൻട്രി കണ്ട ലൂപ്പ് എന്ന് സാറ് പറഞ്ഞുതരാം. അഥവാ എൻട്രി കണ്ട ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ വൈ ലൂപ്പിലായിക്കോട്ടെ, ഫോർ ലൂപ്പിലായിക്കോട്ടെ, നമ്മൾ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്തു, എന്നിട്ടാണ് ബോഡി ഓഫ് ദി ലൂപ്പ് വർക്ക് ചെയ്തത്. അതായത് ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും, എന്നിട്ടാണ് ബോഡി ഓഫ് ദി ലൂപ്പ് വർക്ക് ചെയ്തത്. ഇവിടെ വൈ ലൂപ്പിലും ഫോർ ലൂപ്പിലും. അതുകൊണ്ട് വൈ ലൂപ്പും ഫോർ ലൂപ്പും എന്താണ് മക്കളെ? എൻട്രി കണ്ട ലൂപ്പാണ്. പക്ഷേ ഡു വൈൽ ലൂപ്പിലോട്ട് സാറ് വരികയാണ്. ഡു വൈൽ ലൂപ്പിലോട്ട് സാറ് വന്നപ്പോൾ അവിടെ ഒരു കുഴപ്പമുണ്ട്. അവിടെ ഒരു കുഴപ്പം എന്താണ് മക്കളെ? ഇവിടെ നിന്ന് പറഞ്ഞാൽ ഒരു വട്ടം ബോഡി ഓഫ് ദി ലൂപ്പ് വർക്ക് ചെയ്യും, എന്നിട്ടാണ് കണ്ടീഷനിലോട്ട് വരുന്നില്ലേ. അഥവാ അറ്റ്ലീസ്റ്റ് ഒരു വട്ടമെങ്കിലും ബോഡി ഓഫ് ദി ലൂപ്പ് വർക്ക് ചെയ്യും. പക്ഷെ ഇവിടെ എന്താണ് മക്കളെ? ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ തെറ്റിപ്പോയെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് വർക്ക് ചെയ്യത്തില്ല. വർക്ക് ചെയ്യണം നിർബന്ധമില്ല. ഇവിടെ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ വൈലിലും ഫോറിലും. പക്ഷേ ഡു വൈലാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ബോഡി ഓഫ് ദി ലൂപ്പ് വർക്ക് ചെയ്യും, അതിലൊരു മാറ്റമില്ല. യെസ്, അപ്പോൾ ഇവിടെ ബോഡി ഓഫ് ദി ലൂപ്പ് വർക്ക് ചെയ്തു, അപ്ഡേഷൻ വർക്ക് ചെയ്തു, ടെസ്റ്റ് എക്സ്പ്രഷൻ വർക്ക് ചെയ്തു. പിന്നെ നമുക്ക് എക്സാമ്പിളിലോട്ട് പോവാം. ഇപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ 1 ആണെങ്കിൽ ഇവിടെ നോക്കാം. 1 സി ഔട്ട് ഐയുടെ വാല്യൂ 1 പ്രിന്റ് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ, ഒന്നും ചെക്ക് ചെയ്യുക. അയാളെ ചെക്ക് ചെയ്ത് വിടാതെ. ഓക്കെ, അയാളെ പരിശോധിച്ചിട്ടേ ഇല്ല. അയാൾ ശരിയാണ് തെറ്റാണെന്ന് പോലും പരിശോധിച്ചില്ല. ഓക്കെ, നമ്മൾ ചില ആൾക്കാരൊക്കെ ഇല്ലടാ ശരിയാണ് തെറ്റാന്ന് പോലും നോക്കത്തില്ല. നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യും, ചിലപ്പം റിജക്റ്റ് ചെയ്യുമായിരിക്കും. എന്തും ആയിക്കോട്ടെ, ശരിയാണോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ശരിയാണോ തെറ്റാണെന്നൊക്കെ നോക്കേണ്ടി വരും. പക്ഷേ ഡു വൈൽ എന്താ മക്കളെ? ശരിയാണോ തെറ്റാന്ന് നോക്കത്തില്ല, വിശാല മനസ്സിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഐയുടെ വാല്യൂ 1 പ്രിന്റ് ചെയ്തു. ദെൻ I+1 ഐയുടെ വാല്യൂ മക്കളെ ഇപ്പോൾ എത്രടാ? ഐയുടെ വാല്യൂ 1 + 1 എത്രയുടെ? 2 ആവും അല്ലേ. ദെൻ കണ്ടീഷനിലോട്ട് വരുവാണ്. കണ്ടീഷൻ നമ്മളെ 2 5-നേക്കാളും ചെറുതോ അല്ലെങ്കിൽ ഈക്വലാണോ? 2 5-നേക്കാളും ചെറുതാണ്, കണ്ടീഷൻ ട്രൂ ആണ്. ദെൻ എങ്ങോട്ട് വരും മക്കളെ? ദാണ്ട് ഇങ്ങോട്ട് വരും. സി ഔട്ട് ഐ അഥവാ ബോഡി ഓഫ് ദി ലൂപ്പ് വരും. സാറ് പറഞ്ഞത് എന്താണ്? സാറ് നേരത്തെ പറഞ്ഞത് വൈലായിക്കോട്ടെ, ഫോർ ആയിക്കോട്ടെ, ഡു വൈലായിക്കോട്ടെ, ഈ 3 ലൂപ്പിലും നമുക്ക് എന്താണ് പ്രത്യേകം? എന്താണ്? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പേ വർക്ക് ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും വർക്ക് ചെയ്യത്തില്ല. ബോഡി ഓഫ് ദി ലൂപ്പേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ സി ഔട്ട് ഐയുടെ വാല്യൂ 2 പ്രിന്റ് ചെയ്തു. ദെൻ I+1 ഐയുടെ വാല്യൂ മക്കളെ ഇപ്പോൾ കറൻറ്റ്ലി എത്രയാടാ? കറൻറ്റ്ലി ഇപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ 2 ആണ്. 2 + 1 എത്ര ആവും? 3 ആവും. ഇൻക്രിമെൻ്റ് ആകുമ്പോൾ 3 ആവത്തില്ലയോ? ദെൻ 3 ആകുമ്പോൾ 3 5-നേക്കാളും ചെറുതാണ്. 3 5-നേക്കാളും ചെറുതാണ് എങ്കിൽ സി ഔട്ട് ഐയിലോട്ട് വരും. അല്ലേ? സി ഔട്ട് ഐയിലോട്ട് വരും. ഐയുടെ വാല്യൂ മക്കളെ 3 പ്രിന്റ് ചെയ്തു. അങ്ങനെ 1 2 3 4 5 വരെ ഡിസ്പ്ലേ ആയിട്ട് വരും. ഐയുടെ വാല്യൂ 6 ആണെങ്കിൽ ലൂപ്പിന് വെളിക്കോട്ട് വരും. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? യെസ്.
യെസ്. നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക്കാണ് ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മക്കളെ 3 ടൈപ്സ് ഉണ്ട്: ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ. എന്താണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഇനി വരുന്ന ഫംഗ്ഷൻ പ്രോഗ്രാമിൻ്റെ എങ്ങോട്ട് വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് മക്കളെ എന്ത് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. സിൻറ്റാക്സ് നോക്കാം: ഗോ ടു ലേബൽ ഫുൾ കോളൻ, ലേബൽ സെമി കോളൻ ആണ്, ഇത് ഫുൾ കോളൻ കേട്ടോ. ഇവിടെ വെക്കാം, ഇത് ഫസ്റ്റ് ലേബൽ വോട്ട് 1 ഒരു ലേബലാണ്. നമ്മുടെ ഇവിടെ ലേബൽ 1 എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ ഇല്ല, അപ്പോൾ അതൊരു ഫസ്റ്റ് ലേബലാണ് വോട്ട് 1. വോട്ട് 2 ആണ് സെക്കൻഡ് ലേബൽ. അപ്പോൾ വോട്ട് 1 CO2 എലിജിബിൾ ഫോർ വോട്ട് എന്നാണ്, വോട്ട് 2 CO2 നോട്ട് എലിജിബിൾ ഫോർ വോട്ട് എന്നാണ് അല്ലേ. അപ്പോൾ വോട്ട് 1ഉം വോട്ട് 2. അപ്പോൾ ഇവിടെ ഒക്കെ 2 ലേബിൾസ് ആണ് വോട്ട് 1ഉം വോട്ട് 2 അല്ലേ. 2 ലേബിൾസ് ആണ് വോട്ട് 1ഉം വോട്ട് 2. ഇപ്പോൾ ഇവിടെ ഒക്കെ ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, ഏജിൻ്റെ വാല്യൂ 18 കൂടുതലോ അല്ല 18 അതിൽ കൂടുതലോ ആണെങ്കിൽ എന്തുമായിരിക്കും? ഗോ ടു വോട്ട് 1. വോട്ട് 1 ആണ്, വോട്ട് 1ലോട്ട് എന്ത് പോകും? കൺട്രോൾ പോകും. കാരണം വോട്ട് 1ലോട്ട് കൺട്രോൾ പോകും അല്ലേ. ഇവിടെ ഒക്കെ ഗോ ടു വോട്ട് 1, വോട്ട് 1ലോട്ട് കൺട്രോൾ പോകും. അഥവാ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? ഈ പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു അല്ലേ. അപ്പോൾ ഇതിനെ എന്ത് വിളിക്കാം? നമുക്ക് ഗോ ടു എന്ന് വിളിക്കാം. അതുകൊണ്ട് ഇവിടെ വെക്കാം ഏജിൻ്റെ വാല്യൂ 18 കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ അല്ലെങ്കിൽ എന്തുമായിരിക്കും? ഗോ ടു വോട്ട് 2. അപ്പോൾ വോട്ട് 2ലോട്ട് കൺട്രോൾ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ബ്രേക്ക് നോക്കാം. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ നമുക്ക് ഈ ലൂപ്പിൽ നിന്ന് ഔട്ട്സൈഡ് കൺട്രോളിൽ പുറത്തോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇൻസൈഡ് ലൂപ്പിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇവിടെ വെക്കാം ഐയുടെ വാല്യൂ ഇപ്പോൾ 1 ആണ്. 1 6 ചെറുതാണോ? 1 6 ചെറുതാണ്, കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ. ഈ 5 = 3ലോട്ട് വരാം. ബോഡി ഓഫ് ലൂപ്പിലാണ് ഈ 5 = 3. ഐയുടെ വാല്യൂ മക്കളെ ഇപ്പോൾ എത്രയാണ്? ഐയുടെ വാല്യൂ ഇപ്പോൾ 1 ആണ്. 1 3 ഈക്വലാണോ? 1 3 ഈക്വലല്ല, ഫോൾസ് ആണ് അല്ലേ. 1 3 ഈക്വലല്ല, ഫോൾസ് ആണ്. ബ്രേക്ക് വർക്ക് ചെയ്യത്തില്ല. കാരണം ഈ ഇഫിൻ്റെ ബ്ലോക്കിൽ കിടക്കുന്ന ആകെ സ്റ്റേറ്റ്മെൻറ്റ് ഏത് മാത്രമേ ഉള്ളൂ? ബ്രേക്ക് മാത്രമേ ഉള്ളൂ. ഇഫിന് പുറത്തെടുക്കുന്ന CO2 I ആണ് അല്ലേ. അപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ 3 ആണ് എങ്കിൽ ബ്രേക്ക് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ CO2 I വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ CO2 I വർക്ക് ചെയ്തു, 1 പ്രിൻറ്റ് ചെയ്തു. നെക്സ്റ്റ് വീണ്ടും ലൂപ്പിലോട്ട് വന്നു, I++ലോട്ട് വന്നു. ഐയുടെ വാല്യൂ മക്കളെ ഇപ്പോൾ എത്രയുടെ? ഐയുടെ വാല്യൂ I+1 എത്രയായി? 2 ആയി അല്ലേ. അപ്പോൾ 2 6 ചെറുതാണോ? 2 6 ചെറുതാണ്, കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ. കണ്ടീഷൻ ട്രൂ ആണ്. നെക്സ്റ്റ് ഈ 5 = 3, ഐയുടെ വാല്യൂ 2 3 ഈക്വലാണോ? 2 3 ഈക്വൽ അല്ല, ഫോൾസ് ആണ് അല്ലേ. ഫോൾസ് ആണെങ്കിൽ എന്താ മക്കളെ? ഫോൾസ് ആണെങ്കിൽ ബ്രേക്ക് വർക്ക് ചെയ്യോ? ഇല്ല, CO2 I വർക്ക് ചെയ്യത്തുള്ളൂ. CO2 I എന്ന് പറഞ്ഞാൽ മക്കൾ എന്താടാ? CO2 I എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 2 പ്രിൻറ്റ് ചെയ്യും. നെക്സ്റ്റ് ഐയുടെ വാല്യൂ ഇപ്പോൾ ഇൻക്രിമെൻ്റ്, ഐയുടെ വാല്യൂ ഇപ്പോൾ 3 ആയി. ഇത് കണ്ടീഷനിലോട്ട് വന്നു. ഈ 5 = 3, ഐയുടെ വാല്യൂ 3 3 ഈക്വലാണ്. 3 3 ഈക്വലാണെങ്കിൽ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ എങ്ങോട്ട് പോകും മക്കളെ? താണ്ട് ഈ പറഞ്ഞ ലൂപ്പ് എവിടെ തൊട്ട് എവിടെ വരാം മക്കളാണ്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യുന്നവരാണ് ലൂപ്പ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ ബ്രേക്ക് വർക്ക് ചെയ്യുമ്പോൾ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ എങ്ങോട്ട് വരും? പുറത്തോട്ട് പോകും. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 2 ആയിരിക്കും ഔട്ട്പുട്ട്. ക്ലിയർ? നെക്സ്റ്റ് അടുത്ത് നോക്കാം, കണ്ടിന്യൂ നോക്കാം. കണ്ടിന്യൂ പറയുകയാണെങ്കിൽ സ്കിപ്പിംഗ് ദ ഓവർ ദ പാർട്ട് ഓഫ് ദി കോഡ്, നമ്മുടെ ഈ പറഞ്ഞ ബിഗിനിങ് ഓഫ് ദി ലൂപ്പിലോട്ട് പോകും. അഥവാ നെക്സ്റ്റ് ഐട്രേഷനെ ഫോഴ്സ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കാം, ഇപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ 1 ആണ്. ഇപ്പോൾ ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ 1 പ്രിൻറ്റ് ചെയ്യും, 2 പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ 3ലോട്ട് വരികയാണ്. ഇപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ 3 ആണെന്ന് വിചാരിക്കുക. കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഐയുടെ വാല്യൂ 3 ആണ്. 3 6 ചെറുതാണോ? 3 6 ചെറുതാണ്, കണ്ടീഷൻ ട്രൂ ആണല്ലേ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് വരും മക്കളെ? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് വർക്ക് ചെയ്യും മക്കളെ? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ 5 = 3, 5 = 3 എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 3 ആണ്. 3 3 ഈക്വലാണോ? 3 3 ഈക്വലാണ്. ഓക്കെ, 3 3 ഈക്വൽ ആണെങ്കിൽ കണ്ടിന്യൂ വർക്ക് ചെയ്യും. കണ്ടിന്യൂ വർക്ക് ചെയ്ത് എന്ത് വരും കൂടാ? താണ്ട് ഇങ്ങോട്ട് വരും. എങ്ങോട്ട്? പുറത്തോട്ട് പോകത്തില്ല. മറ്റേ ബ്രേക്ക് ആയിരുന്നു പുറത്തോട്ട് വന്ന്, പക്ഷേ ഈ കണ്ടിന്യൂ ആയപ്പോൾ നമ്മൾ അകത്തോട്ട് തന്നെ വന്നു. ബിഗിനിങ് ഓഫ് ദി ലൂപ്പിലോട്ട് വന്നു. ബിഗിനിങ് ഓഫ് ദി ലൂപ്പ് എന്താ മക്കളെ? I++ ആണ്. I++ എന്ന് പറയുന്നത് I = I+1 അല്ലേ. ഐയുടെ വാല്യൂ മക്കളെ ഇപ്പോൾ കറണ്ട് എത്രടാ? കറണ്ട് ഇപ്പോൾ 3 ആണ്. 3+1 എത്ര അവിടെ? 4 ആവും. എന്നിട്ട് ഐയുടെ വാല്യൂ 4 3 ചെക്ക് ചെയ്യും. 4 3 ഈക്വൽ അല്ല, ദെൻ 4 പ്രിൻറ്റ് ചെയ്യും, 5 പ്രിൻറ്റ് അല്ലേ. 5 വരെ 6 വരെ പ്രിൻറ്റ് അല്ലേ. 6 വരെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ അവിടെ 3 എന്ന് പറഞ്ഞ വാല്യൂ മാത്രം പ്രിൻറ്റ് ആയില്ല. 3 കണ്ടീഷൻ വന്നപ്പോൾ എന്തായി? സ്കിപ്പായി, അടുത്ത ഐട്രേഷനിലോട്ട് പോയി. ക്ലിയർ? അപ്പോൾ നെക്സ്റ്റ് ഐട്രേഷൻ എന്ന് പറയുന്നതാണ് ഇങ്ങനെ വീണ്ടും നമ്മുടെ ഈ ബിഗിനിങ് ഓഫ് ദി ലൂപ്പിലോട്ട് വരുന്നൊരു പ്രോസസ്സാണ് നമുക്ക് എന്ത്? ഐട്രേഷൻ. ഓക്കെ, അപ്പോൾ ബിഗിനിങ് ഓഫ് ദി ലൂപ്പിലോട്ട് വരുന്ന ഒരു പ്രോസസ്സാണ് ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബിഗിനിങ് ഓഫ് ദി ലൂപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഐട്രേഷനെ ഫോഴ്സ് ചെയ്യുന്നു. അതാണ് കണ്ടിന്യൂ.
കേട്ടോ. അപ്പോൾ ബ്രേക്കും കണ്ടിന്യൂ ഒക്കെ ഡിഫറൻസ് പഠിച്ചിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് ഒക്കെ എന്ത് നിങ്ങൾ രേഖപ്പെടുത്തുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ലിങ്ക് ഷെയർ ചെയ്യുക. എന്നിട്ട് അടിപൊളി, കാരണം വീണ്ടും നമ്മൾ ഓരോ ലൈവിന് അനുബന്ധിച്ച് മക്കളെന്നാണ് ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യുക, ഒരു ശുഭദിനം. പിന്നെ ലൈവും കാണുക. ലൈവ് ഇന്ന് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ലൈവ് 7 മണിക്ക് ഉണ്ടായാലും ഓക്കെ. അപ്പോൾ എല്ലാവരും ലൈവിലും പങ്കെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ, സീ യു.